السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني ويفقهوا قولي. صدق الله العلي العظيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين. الله أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് അഹങ്കാരത്തെ കുറിച്ചാണ്. നിങ്ങൾക്ക് അറിയില്ലേ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയെ കുറിച്ച്? അവൻ ദൈവമാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ചു, നരകവും സ്വർഗവും പണിതു. അതുകൊണ്ട് അല്ലാഹു അവനെ നശിപ്പിച്ചു. അതുപോലെ തന്നെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അല്ലാഹുവിനെ കുറിച്ച് ഏറ്റവും അറിവുള്ളവൻ ആരുണ്ടെന്ന് ചോദിച്ചാൽ അത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മാത്രമേ ഉള്ളൂ. ഈ ലോകത്ത് ഇതുവരെ വന്ന 1,24,000-ൽ പരം നബിമാർക്ക് പോലും അറിയാത്തതിലധികം അല്ലാഹുവിനെ കുറിച്ച് അറിയുന്ന ഒരേ ഒരു ആൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മാത്രമേ ഉള്ളൂ. അവന്റെ മലക്കുകൾക്കും പോലും അറിയില്ല അവനെ കുറിച്ച് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്ക് അറിയുന്നത്ര. പിന്നെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഉണ്ടല്ലോ, 80,000 കൊല്ലം അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തു, 14,000 കൊല്ലം കഅബയെ തവാഫ് ചെയ്തു. അതുപോലെ തന്നെ സ്വർഗത്തിന്റെ കാവൽക്കാരനായി നിന്നത് എത്ര വർഷമാണെന്ന് നിങ്ങൾക്കറിയുമോ? 40,000 കൊല്ലമാണ് അവൻ സ്വർഗത്തിന്റെ കാവൽക്കാരനായി നിന്നത്. 80,000 കൊല്ലം മലക്കുകളുടെ കൂടെ നടന്നു, 20,000 കൊല്ലം മലക്കുകൾക്ക് വാത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് അവന് എത്ര അറിവുണ്ടെന്ന്. അതുപോലെ തന്നെ മലക്കുകളുടെ നേതാവായി 30,000 കൊല്ലം നിന്നു, റൂഹാനിങ്ങളുടെ കൂടെ 1000 വർഷവും. 14,000 കൊല്ലം അർശിനു ചുറ്റും അവൻ വലയം ചെയ്തു. എന്നിട്ടും അവൻ ശപിക്കപ്പെട്ടില്ലേ? കാരണം ഒന്നാണ്, അഹങ്കാരം. കാരണം അഹങ്കാരം മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും അഹങ്കരിക്കരുത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താഴ്മയോടെയും തവാളു ചെയ്തുകൊണ്ടും ജീവിച്ചത് കൊണ്ടാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഇത്രയധികം വലിയ ഉന്നതമായ സ്ഥാനമുണ്ടായത്. അതുപോലെ തന്നെ അമ്പിയാക്കൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരും അതുപോലെ തന്നെ താഴ്മയോടെയാണ് ജീവിച്ചത്. നമ്മുടെ മഹാന്മാർ എല്ലാവരെയും എടുത്തു നോക്കുകയാണെങ്കിലും അവരും താഴ്മയോടെ തന്നെയാണ് ജീവിച്ചത്. അതാണ് അവർക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ അടുത്ത് ഉന്നതമായ സ്ഥാനം ലഭിച്ചത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ ഒരിക്കലും അഹങ്കരിക്കരുത്. തവാളു ചെയ്തുകൊണ്ട് ജീവിക്കുക. പൈസ ഉണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിക്കരുത്, കഴിവുണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിക്കരുത്, മറ്റൊന്നും ഉണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിക്കരുത്. അള്ളാഹു നമ്മൾക്ക് അഹങ്കാരത്തിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തട്ടെ. അള്ളാഹു നമ്മൾക്ക് തവാളു നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.